നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പി വി ശ്രീനിജൻ. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി MLA ഓഫീസ് മാർച്ച് നടത്തിയിരുന്നു. സ്ലേറ്റിലെ അഴിമതിയാണ് പ്രധാനമായും അവർ മുന്നോട്ട് വെച്ചത്. ഈ സ്ലേറ്റ് പദ്ധതി ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടുള്ള പല ആളുകളും എന്നെ വിളിച്ചു ചോദിച്ചു, എന്താണ് ഈ സ്ലേറ്റ് പദ്ധതി? വല്ല സ്ലേറ്റും MLA വാങ്ങിച്ച് സർക്കാരിൻ്റെ വല്ല സ്ലേറ്റും വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുത്ത പദ്ധതിയിൽ വല്ല അഴിമതി കാണിച്ചോ എന്നാണ് പല ആളുകളും എന്നോട് സംശയം ചോദിച്ചത്. യഥാർത്ഥത്തിൽ സ്ലേറ്റ് എന്ന് പറയുന്നത് അതൊരു പദ്ധതിയുടെ പേരാണ്, അതല്ലാതെ സ്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാം അല്ല. മറിച്ച് ഈ പദ്ധതി സെയിന്റ് തെരേസസ് കോളേജ് നമ്മുടെ നിയോജകമണ്ഡലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു പാഠ്യേതര പദ്ധതിയാണ്. ആ പദ്ധതി ആദ്യമായിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ അത് BPCL ആണ് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കുന്നത്നാട് MLA കാണുവാനും ഈ പദ്ധതി നല്ലതായതുകൊണ്ടാണ് അവർ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി വായിച്ചു നോക്കിയപ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, സാധാരണക്കാര് നിരവധിയായിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വളരെ നല്ലതാകും എന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ പദ്ധതി ഞാൻ BPCLന് കത്ത് കൊടുക്കുകയും ആ പദ്ധതിയുമായി മുന്നോട്ട് സഹകരിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ പുറകിൽ ഒത്തിരി ആളുകളുടെ പ്രയത്നം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പദ്ധതി നമ്മുടെ മണ്ഡലത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലത്തിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഗുണകരമാകുമെന്നുള്ള BPCLന്റെ ഒരു 10 വട്ടം അവർ ഈ പദ്ധതിയുമായി ചർച്ച നടത്തി ഈ പദ്ധതി BPCLന്റെ ഡയറക്ട് ബോർഡ് അംഗീകരിച്ചതിന് ശേഷമാണ് BPCLും സെയിന്റ് തെരേസസ് കോളേജുമാണ് ഈ പദ്ധതിയുമായിട്ട് എഗ്രിമെന്റ് വെച്ചത്. ഞാൻ ഇതിൽ ആകെ ചെയ്തിരിക്കുന്നത് എൻ്റെ കത്ത്, ഇത് റെക്കമെൻഡ് ചെയ്തുള്ള ഒരു കത്ത് മാത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ എഗ്രിമെന്റ് വെച്ചിരിക്കുന്നതും ഇതിന്റെ ധനവിനിയോഗം നടത്തിയിരിക്കുന്നതും എല്ലാം സെയിന്റ് തെരേസസ് കോളേജും BPCLുമാണ്. ഇതിലൊന്നും MLA എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു ഇടപെടലുകളും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ പദ്ധതി MLA ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതി കോർഡിനേറ്റ് ചെയ്തിരുന്ന ശ്രീ ജോബിൾ ജോർജ് ആണ്. ഇപ്പോൾ അദ്ദേഹം നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പദ്ധതിയുടെ ഗുണകരമാകും എന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ പദ്ധതിയുമായിട്ട് സഹകരിച്ചത്. ഈ പദ്ധതി നടക്കുന്ന സ്ഥലത്ത് MLA എന്നുള്ള രീതിയിൽ കുട്ടികളായിട്ട് സംവദിക്കുവാനും അവരുമായിട്ട് സംസാരിക്കുവാനും ഒക്കെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പദ്ധതി കൊണ്ട് കുട്ടികൾക്ക് 100% ഗുണമുണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ്. പിന്നെ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ചില ആശങ്കകൾ, അത് ഈ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ട് പല ആളുകളും ഞാൻ ഇതിൽ വ്യക്തിപരമായിട്ട് അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു ആരോപണമായിട്ട് ഇപ്പോൾ വരാനുള്ള ഛേദവികാരമെല്ലാം എനിക്ക് മനസ്സിലാവും. ഈ നാട്ടിലെ നല്ലവരായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ കഴിഞ്ഞ 5 വർഷം 2331 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിൽ നടത്തിയ ഒരു കാലയളവാണ് നമ്മളിലൂടെ കടന്നുപോയത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇത്രയും ബാലിശമായിട്ടുള്ള, അതായത് സെന്റ് തെരേസസ് കോളേജും BPCLും നടത്തിയ ഒരു പദ്ധതി MLA എന്നുള്ള രീതിയിൽ അതിനൊരു സഹായ സഹകരണങ്ങൾ മാത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൽ 1 രൂപ, ഞാൻ അന്നും പറഞ്ഞതാണ് ഇപ്പോഴും പറയുന്നു, 1 രൂപ അഴിമതി ഞാൻ നടത്തിയിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ തീർച്ചയായിട്ടും, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പൊതുജീവിതം അവസാനിപ്പിക്കാമെന്ന് ഞാൻ വെറുതെ ഒരു ഡയലോഗ് പറഞ്ഞതല്ല, അതിൽ തെളിയിക്കാൻ പക്ഷെ ഇവർ ഇന്ന് വരെ തയ്യാറായിട്ടില്ല. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ എവിടെയെങ്കിലും യൂത്ത് കോൺഗ്രസ് യഥാർത്ഥത്തിലുള്ള വസ്തുത ജനങ്ങളുടെ അടുത്ത് പറയാൻ തയ്യാറായിട്ടുണ്ട്. സെന്റ് തെരേസസ് കോളേജും BPCLും എഗ്രിമെന്റും അവരുടെ നടപടിക്രമങ്ങളും അതിന്റെ മുഴുവൻ തുകയും അനുവദിച്ചിരിക്കുന്നത് സെന്റ് തെരേസസ് കോളേജാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കോളേജില് ഇത്തരത്തിൽ ഞാൻ ഇടപെട്ട് അഴിമതി നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വിശ്വസിക്കില്ല. മറിച്ച് ആളുകളുടെ മുൻപിൽ ഒരു പുകമറ സൃഷ്ടിക്കുവാൻ ഇവർക്ക് കഴിയും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. 100 കണക്കിന് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ തുറന്ന വെല്ലുവിളി ഏറ്റെടുത്താണല്ലോ. സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അതിനൊന്നും തയ്യാറാകാതെ ഈ വരുന്ന ദിവസങ്ങളിൽ
അവർ ഇത്തരത്തിൽ ഒരു എല്ലാ സ്ഥലത്തും എൻ്റെ ബോർഡ് വെച്ച് ഒരു സ്ലേറ്റിന്റെ പടം വെച്ച് ചെയ്യുമ്പോൾ അവര് സ്വയം മനസ്സിലാക്കുക. ഇപ്പൊ അവര് പുത്തൻകുരിശ് പഞ്ചായത്ത് ഭരിക്കുന്ന UDF അല്ലേ, അവിടെ ദിശ പദ്ധതി നടക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ CSR ഫണ്ട് കൊടുക്കുന്നത് BPCL ആണ്. കൃത്യമായിട്ട് ആ പദ്ധതി നടക്കുന്നുണ്ട്. എന്ത് പറഞ്ഞ പോലെ തന്നെയാണ് ഇത്. സെന്റ് തെരേസസ് കോളേജിന് BPCL കൊടുത്ത CSR ഫണ്ട് കൊണ്ട് അവർ നമ്മുടെ മണ്ഡലത്തിലെ കുട്ടികൾക്ക് ഗുണകരമാകുന്ന അവരുടെ ഇപ്പൊ ഒരു കെട്ടിടം പണിത് കഴിഞ്ഞാൽ നമുക്കറിയാം, അത് കാണാൻ കഴിയും. പക്ഷെ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അത്തരം ട്രെയിനിങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ 22 സ്കൂളുകളിൽ കൃത്യമായിട്ട് ഈ പദ്ധതി നടപ്പിലാക്കി. അത് കുട്ടികളാണ് അതിന്റെ ഗുണഭോക്താക്കൾ. അവര് വരുന്ന വർഷങ്ങളിൽ പല കുട്ടികളും ഞാൻ സംസാരിച്ചപ്പോൾ അവർക്കെല്ലാം ഈ ട്രെയിനിങ് കൊണ്ട് വളരെ ഗുണകരമായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ പദ്ധതി മുന്നോട്ട് തന്നെ പോകും. അതില് അഴിമതിയുടെ ഏതെങ്കിലും ഒരു ഘണം കണ്ടെത്തിയാൽ നമ്മൾ ആ പദ്ധതിയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരും. പക്ഷെ അത്തരത്തിൽ ഇപ്പോ നിലവിൽ ഒരു അഴിമതിയും നടന്നിട്ടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം ഇത് സുതാര്യമായിട്ട് നടന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ അതിന്റെ ക്രെഡിബിൾ ആയിട്ടുള്ള 2 ആളുകൾ, ഒന്ന് BPCL-ഉം സെന്റ് തെരേസസ് കോളേജും. വ്യക്തിപരമായിട്ട് എനിക്ക് അതിലൊന്നും ഒരു ഇടപെടലും നടത്താൻ കഴിയില്ല. വളരെ സുതാര്യമായിട്ട് ഇനി കണക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ 2 ഏജൻസികളെടുത്തും ചോദിക്കാവുന്നതേ ഉള്ളൂ. ഏതെങ്കിലും MLA-യുടെ അക്കൗണ്ടിലേക്കോ MLA-യുടെ ബന്ധുക്കളുടെ അക്കൗണ്ടിലേക്കോ ഏതെങ്കിലും ഒരു തുക പോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാൻ തയ്യാറാണ്. അതല്ലാതെ ഇത്തരം പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ശ്രമിക്കുന്നത് കപട രാഷ്ട്രീയ തന്ത്രത്തിനാണ്. അത് കുന്നത്തുനാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.